ഈ ഫോട്ടോ കാണുമ്പോ സുരാജേട്ടൻ എന്താ തോന്നണേന്ന് പറഞ്ഞാൽ അല്ല ഇതോ ഇങ്ങനെയൊക്കെ നോക്കണ്ടല്ലോ. ശരി മല്ലയ്യ ഇങ്ങനെ ഞങ്ങളുടെ പറഞ്ഞതാ അടുത്ത് ഏറ്റവും മേളിലുള്ള ദശമൂലം ദാമു. ഇതാ ഇപ്പോ ഈ US നടന്ന ഒരു വലിയ പരിപാടി ഉണ്ടല്ലോ, WW. അതിന് മെയിൻ മീംസ് ആയിട്ട് കാണിച്ചത് ഇതായിരുന്നു, ദശമൂലത്തിന്റെ. ആണല്ലേ? ഏതോ ഒരു സായിപ്പ് എടുത്തിട്ട് ആ ടീമിനെ കളിയാക്കാൻ വേണ്ടിട്ട് കുറെ പേര് അയക്കും. 6,000 എത്രയോ ലക്ഷക്കണക്കിന് സാധനം വരുന്നത്. അതിൽ ഒരെണ്ണം ഇതിനെയാണ് സെലക്ട് ചെയ്ത് വെച്ചത്. ഭയങ്കര സന്തോഷം. WW എന്താ റെസ്ലിംഗ്. അതിന്റെ മേലിൽ ഒരു ടീമിനെ കളിയാക്കാനായിട്ട് ഈ ദശമൂലം ദാമു വന്നത്. ഞാൻ ഇത്ര നാളും കുസ്തി പിടിച്ചിട്ട് എന്റെ ഒരു ടീമും വന്നില്ല, അവിടെ താമസിച്ചിട്ട് പോലും. പക്ഷെ വേറൊരെണ്ണം വന്നു, ഞാൻ കാണിക്കാൻ ബാബുവേട്ടന്റെ വേറൊരെണ്ണം. ഇടുക്കിക്കോണ്ട് നിനക്കെന്താ ഭാര്യ എത്ര പേടിയെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറയാം ഭാര്യ ഉണ്ടായിട്ട് വളരെ സെറ്റിൽ ആയിട്ടുള്ള ഒരു, എനിക്ക് അത്രയും പേടിയൊന്നുമില്ല, ഭാര്യയെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ക്യാരക്ടർ എന്നേ ഉള്ളൂ. ബാമയുടെ ഇങ്ങനെ കാണിക്കാൻ ഇനിയിപ്പോ ഈ സിനിമയുടെ വെച്ചിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം നമ്മൾ ഇന്റർവ്യൂല് ബാമയുടെ അടുത്ത് ചോദിക്കാട്ടാ. ഇനി സുരാജേട്ടന്റെ അടുത്ത് വേറെ കൂടെ ഉണ്ട്. ഇത് സുരാജേട്ടന്റെ ഈ ഒരു 18 ടേക്കോളം പോയ ഒരു സീനാണ് അത്. 18 ടേക്കും ഒരു റിയാക്ഷൻ കാരണം ചിരിച്ച് ഞാനും ദിലീപേട്ടനും. അവസാനം അതിന്റെ സംവിധായകൻ പറഞ്ഞു നിങ്ങൾ കളിക്ക് ഞാൻ പോണെന്ന് പറഞ്ഞു. വെളുപ്പാങ്കല അദ്ദേഹം സീരിയസ് ആയ അവസാനം ഒരു ടൈം ഒന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കഥാപാത്രം നന്നായിട്ട് ആസ്വദിക്കുമല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവന്റെ അവസ്ഥകളെ കുറിച്ചിട്ട് ആലോചിച്ചതാ, അങ്ങനെ ചിരിച്ചു പോയതാ. മറ്റേ ചേച്ചിയോട് പറയും, പുള്ളിക്കാരൻ പറയുന്നത് സ്വന്തമായിട്ട് റിസർവ് ബാങ്ക് ഉണ്ടെന്നാ. അപ്പൊ ഞാൻ പറയും അതെ 2 ഒന്ന് അപ്പൊ കടവന്തര തുടങ്ങാൻ പോകും എന്ന് പറയുന്ന ഒരു സീനായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറയും മാഡം ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചതാ. പുള്ളിയെ നോക്കുന്ന ഒരു ഷോട്ടാ അത്. 10-18 ടേക്ക് എടുത്ത് അവസാനം സന്ധ്യാമോഹൻ സാറ് നിങ്ങൾ കളിക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കുറച്ചു നേരം അങ്ങോട്ട് മാറിയിരുന്നു. അപ്പോഴാണ് ദൈവമേ പിന്നെ സീരിയസ് ആയത്. ദിലീപേട്ടന്റെ പ്രത്യേകിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരെണ്ണം അങ്ങോട്ട് പറയും, അങ്ങനെ നമ്മുടെ ഒരു സീനും ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മുടെ 2 സീനും ഏതാ മറ്റേ എനിക്ക് ആ തോക്കിന്റെ വന്ന് വരുന്ന സമയത്ത് അത് ചിരിച്ച് ഞാൻ സീരിയസ് ആയിരിക്കുന്നത്. എന്റെ പോങ്ങിട്ട് പുള്ളി ചിരിക്കുക. ഭയങ്കര രസമായിരുന്നു അത്. ഞാൻ കൊറേ ചിരിച്ചു തോക്കെടുത്ത് പുള്ളി നിർത്തുമ്പോ ഞാൻ ചിരിക്കാൻ തുടങ്ങും. കാണണല്ലോ. നല്ല രസകരമായിട്ടുള്ള